ഹായ് ഓൾ. SBI PO നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് 1 വന്നിട്ടുണ്ടായിരുന്നു. പുറകെ തന്നെയാണ് നമുക്ക് SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എന്താണ്, എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത് SBI ക്ലർക്കിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് 6 മുതലാണ്. ഓഗസ്റ്റ് 6 മുതൽ 28 വരെയാണ്, 26 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബറിലായിരിക്കും എക്സാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മെയിൻസ് എക്സാം വരുന്നത് നവംബറിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ IBPS ക്ലർക്ക് വരുന്നുണ്ട്. IBPS ക്ലർക്ക് എന്ന് പറയുന്നത് ഒക്ടോബറിലാണ് നമുക്ക് എക്സാം വരുന്നത്. പ്രിലിംസ് എക്സാം വരുന്നത് ഒക്ടോബറിലും മെയിൻസ് എക്സാം വരുന്നത് നവംബറിലുമാണ്. അതുകൊണ്ട് തന്നെ 2 എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസി നമുക്ക് SBI ക്ലർക്കിൽ വന്നിരിക്കുന്നത് 5000+ ആണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. ലോക്കൽ ലാംഗ്വേജ് വേണം, നിർബന്ധമായിട്ട് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് കേരളയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ വേക്കൻസി വന്നിരിക്കുന്നത് 247 വേക്കൻസിയാണ് കേരള വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ചിലർ പോയിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും എക്സാം എഴുതാറുണ്ട്. ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ അവിടുത്തെ വേക്കൻസിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. തമിഴ്നാട്ടിൽ നമുക്ക് വേക്കൻസി വരുന്നത് 380 ആണ്. അതുപോലെ തന്നെ കർണാടകയിൽ നമുക്ക് വേക്കൻസി വരുന്നത് 270 ആണ് നമുക്ക് വേക്കൻസി വരുന്നത്. ഇങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി എക്സാം എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്കൽ ലാംഗ്വേജ് കൃത്യമായിട്ട് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം. എഴുതാനും വായിക്കാനും പറയാനും നിർബന്ധമായിട്ടും അറിയണം എന്നുള്ളതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് OBC കാറ്റഗറീസ്, ഏതൊക്കെ കാറ്റഗറീസ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ജനറൽ കാറ്റഗറി, OBC, SC ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, വിഡോസിന് എല്ലാം തന്നെ എക്സാം അപ്ലൈ ചെയ്യാം. അവർക്ക് എല്ലാവർക്കും റിസർവേഷനും ഉണ്ട്. അപ്പോൾ OBC കാറ്റഗറിയിൽ വരുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. OBC നോൺ ക്രീമി ലെയറിൽ വന്നാൽ മാത്രമാണ് OBC കാറ്റഗറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാവരും ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുക. അതായത് OBC ക്രീമി ലെയറിൻ്റെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ റിസർവേഷനും കൂടി നമുക്കൊന്ന് നോക്കാം. OBC കാറ്റഗറിക്ക് 3 ഇയർ റിസർവേഷൻ ആണ് വരുന്നത്. SC STക്ക് 5 ഇയർ റിസർവേഷൻ വരുന്നുണ്ട്. അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ജനറൽ അല്ലെങ്കിൽ EWS ആണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സും, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി OBC ആണെങ്കിൽ 13 ഇയേഴ്സും, SC ST ആണെങ്കിൽ 15 ഇയേഴ്സും ആണ് വരുന്നത്. എക്സ് സർവീസ് മെന്നിന് ഡിഫൻസ് സർവീസ് പ്ലസ് 3 ഇയേഴ്സ് ആണ് വരുന്നത്. മാക്സിമം ഏജ് 50 ആണ്, 50 ആണ് വരേണ്ടത്. പിന്നെ ഏജ് ലിമിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20നും 28നും ഇടയിലുള്ളവർക്കായിരിക്കും നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. 20നും 28നും ഇടയ്ക്ക്. അപ്പോൾ ഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. 1997നും 2005നും ഇടയ്ക്ക് ജനിച്ചവർക്കായിരിക്കും നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഈ ഡേറ്റ് ഇൻക്ലൂസീവ് ആണ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. 2/4/1997നും 1/4/2005നും ഇടയ്ക്ക് ജനിച്ചവർക്കായിരിക്കും നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പിന്നെ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. വിഡോസിന് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വുമൻസിന് നമുക്ക് 7 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ 35 ഇയേഴ്സ് വരെയും, OBC ആണെങ്കിൽ 38 ഇയേഴ്സ് വരെയും, SC ST ആണെങ്കിൽ 40 ഇയേഴ്സ് വരെയും നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, റീമാരീഡ് ആകരുത് എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഏജ് റിലാക്സേഷൻ കുറച്ചും കൂടി ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായാൽ മതി. അത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഫൈനൽ സെമസ്റ്ററിൽ അപ്പിയർ ചെയ്യുന്നവർക്കാണെങ്കിലും, ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ 31/12/2025 അതായത് ഡിസംബർ 31 കൂടി തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസബിലിറ്റി പേഴ്സൺസിൻ്റെ
ക്രൈറ്റീരിയസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അത് അവർ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്, ഏത് കണ്ടീഷനിലുള്ളവർക്കാണ് ഈ PWBD അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇനി എക്സാം പാറ്റേണിലേക്ക് കിടക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 3 റൗണ്ടാണ് വരുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, പിന്നെ വരുന്നത് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത്. പ്രിലിംസ് എക്സാമിൻ്റെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ യൂഷ്വലി ഉള്ള പോലെ തന്നെയാണ്. 1 hour 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക് 20 മിനിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് നമ്മുടെ കോൺസ് വരുന്നത് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക് 20 മിനിറ്റ് തന്നെയാണ് ടൈം വരുന്നത്. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക് 20 മിനിറ്റ്സ് തന്നെയാണ് വരുന്നത്. ടോട്ടൽ 1 hour ആണ് ടൈം വരുന്നത്. വെരി സെപ്പറേറ്റ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. 0.25 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് SBIന്റെ കാര്യത്തിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ പോലും മറ്റ് 2 സബ്ജക്റ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ് ഇവിടെ വരുമ്പോൾ. മറ്റേത് IBPSന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷണൽ കട്ട് ഓഫ് ഉണ്ട്. SBIന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് സെഷണൽ കട്ട് ഓഫ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മെയിൻസ് എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെയും വരുന്നത് 190 ക്വസ്റ്റ്യൻസ് 200 മാർക്സിന് 2 hour 40 മിനിറ്റ്സ് ആണ് നമുക്ക് എക്സാം വരുന്നത്. ഇവിടെ വരുമ്പോൾ 4 സബ്ജക്റ്റ് വരുന്നുണ്ട്. പ്രിലിംസിന്റെ സബ്ജക്റ്റ് കൂടാതെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് കൂടാതെ കറണ്ട് അഫയേഴ്സും കൂടിയാണ് നമ്മൾക്കിവിടെ വരുന്നത്. ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് 35 മിനിറ്റ് ആണ് ഇവിടെ സമയം വരുന്നത്. പ്രിലിംസിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടൈമും ഒക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം കൂടി വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങളായിരിക്കും നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ടാവുക. ഷോർട്ട് കട്ട് കീസും കാര്യങ്ങളും ഒക്കെയാണ് മെയിനായിട്ട് ഈ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇവിടെ 3rd റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, അതായത് നമ്മൾ മലയാളം കേരള സ്റ്റേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ മലയാളം നമ്മൾ എഴുതാനും വായിക്കാനും അറിയണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മുടെ സർട്ടിഫിക്കറ്റിലും അത് ഉണ്ടായിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് മലയാളം എന്നുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ 10th അല്ലെങ്കിൽ +2 ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് 10th +2 നമ്മൾ മലയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം നമ്മളത് പഠിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ലോക്കൽ ലാംഗ്വേജ് മലയാളം എന്നുള്ളത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ വെർബൽ ടെസ്റ്റ്, വെർബൽ ടെസ്റ്റ്, അങ്ങനെ 2 സെഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നോൺ വെർബൽ ടെസ്റ്റിൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും എന്ന് പറഞ്ഞിട്ട് 2 സെഷനാണുള്ളത്. അവിടെ 3 പാസേജസ് എന്നിട്ട് അതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കും 15 ആണ് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്പർ ഓഫ് പാസേജ് 3 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും 15 ആണ്. മാക്സിമം മാർക്ക് 15 ആണ്. വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചോട്ടായിരിക്കും, അതായത് സംസാരിക്കാനുള്ള എബിലിറ്റി ആയിരിക്കും അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. തമ്മിൽ സംസാരിക്കുക എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ 20 മാർക്കാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേ അതർ സ്റ്റേറ്റ് തമിഴ്നാടും കർണാടകയും വെക്കുന്നവർ മുന്നേ എന്നൊക്കെ പറയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 6 month കൂടി നമുക്ക് ടൈം തരുമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിന് മുന്നായിട്ട്, ജോയിനിങ്ങിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ആ വേറെ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷണൽ സെലക്ഷനിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ടു ക്വാളിഫയിങ് സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും അവിടെ ക്വാളിഫയിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. റിജക്റ്റ് ആവും. മറ്റ് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും പറയാനും അറിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റ് സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റ് IBPS ക്ലർക്ക്, IBPS എക്സാംസിനും ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. മറ്റ് എക്സാംസിനൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു SBI ക്ലർക്ക് വെയിറ്റ് ലിസ്റ്റ് ഇടാറുണ്ട്. അതായത് നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു മാർക്കിനൊക്കെയാണ് നമ്മൾ കട്ട് ഓഫ് കടക്കാണ്ട് പോയതെങ്കിൽ നെക്സ്റ്റ് പിന്നത്തെ ക്വാർട്ടറിൽ, എല്ലാ ക്വാർട്ടറിലും നമുക്ക് വെയിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മിസ്സാണെങ്കിലും അവിടെ പിന്നെയും ഒരു ചാൻസ് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യണം. ഈ ഒരു SBIന്റെ എക്സാം അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പിന്നെയും ഇവിടെ നിന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തവർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാണ്ട് വരികയോ ഒക്കെ ചെയ്താൽ നമുക്ക് പിന്നെയും അവിടെ ഒരു ചാൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ലിസ്റ്റ് അവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് പബ്ലിഷ് ചെയ്യും.
അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നവരെ നമുക്ക് ചാൻസ് ഉണ്ട്. അടുത്ത നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് SC/ST ബാക്കി കാൻഡിഡേറ്റ്സിന് എല്ലാം ഫീസ് ഇല്ല, ആർക്കും ഫീസ് ഇല്ല. ജനറൽ OBC EWSനാണ് നമുക്ക് ഫീസ് വരുന്നത്. 750 rupees ആണ് ഫീസ് വരുന്നത്. എല്ലാവരും തന്നെ ഫീസ് അടച്ചിട്ട് വേണ്ടി വരും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കുക. നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ 26-ാം തീയതി വരെ ഉണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് അത് പെൻഡിങ് വെക്കരുത്. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് റഷുകൾ ഒഴിവാക്കുക. ഒത്തിരി തവണ വായിച്ച് നോക്കിയിട്ട് മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഒത്തിരി തവണ റീഡ് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ കറക്ഷൻ വിൻഡോ ഇല്ല. IBPS ക്ലർക്കിന് ഉണ്ടായിരുന്നു, കറക്ഷൻ വിൻഡോ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ SBI ക്ലർക്കിൻ്റെ വരുമ്പോൾ കറക്ഷൻ വിൻഡോ ഇല്ല എന്നുള്ളത് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ശ്രദ്ധിച്ച് തന്നെ മാത്രം എല്ലാം ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ വരുന്നത് ഏത് സൈറ്റ് ത്രൂ മാത്രം അപ്ലൈ ചെയ്യുക. പലയിടത്തും ലിങ്കുകൾ കാണും, ആ ലിങ്കിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. SBIൻ്റെ സൈറ്റിൽ കയറിയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ബാങ്ക് SBI ഇവിടെ കാണിക്കുന്നുണ്ട്, sbi.co.in കരിയേഴ്സ് ഓർ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കറക്റ്റായിട്ട് കിട്ടും. അതിൽ കയറിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. നമുക്ക് അവിടെ വേണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് IBPS ക്ലർക്കിൻ്റെ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനിൽ. ഇവിടെ പേര് പറയുക, ഡേറ്റ് ഓഫ് ബർത്തും കൂടി വേണം. നമുക്ക് IBPSൻ്റെ ക്ലർക്കിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് വേറെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ തന്നെ യൂസ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കൂടാതെ നമുക്ക് വേണ്ട മറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ് ഇമേജ് ആണ്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഇതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ്. അപ്പോൾ അതെല്ലാം ഒന്ന് കീപ്പ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എത്രയായിരിക്കണം, അത് എത്ര ഡയമെൻഷൻ ആയിരിക്കണം, പിക്സൽ എത്രയാണ്, എത്ര KB, ഫയൽ സൈസ് എത്ര വേണം എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും സിഗ്നേച്ചറും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതരുത്, സ്മോൾ ലെറ്റേഴ്സ് തന്നെ എഴുതി പോവുക. അതുപോലെ തന്നെ റണ്ണിങ് ലെറ്റേഴ്സിലും എഴുതരുത്, വിട്ടിട്ടുള്ള ലെറ്റേഴ്സിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് SBI ക്ലർക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് 2 വന്നിരിക്കുന്നത്. IBPS ക്ലർക്ക് 330 വേക്കൻസീസ് ഉണ്ട് കേരളയിൽ. അതുപോലെ തന്നെ SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 247 വേക്കൻസി ഉണ്ട്. ഓൾമോസ്റ്റ് 600 അടുത്ത് നമുക്ക് വേക്കൻസി അവിടെ വരുന്നുണ്ട്. രണ്ടിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാംസ് ഒന്നിപ്പോൾ ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ പുറകെ തന്നെ RRB PO, RRB ക്ലർക്ക് വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരേപോലെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ബെസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ബാച്ചസ് അവൈലബിൾ ആണ് ഹെൻറിയിൽ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വിവരങ്ങളോ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസോ ആപ്ലിക്കേഷൻ പ്രോസസ്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 77-361-222-15 ഈ നമ്പറിൽ വിളിക്കുക. അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുടെ ഡൗട്ട് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.